ട്രാൻസ്പോർട്ട് ആണല്ലേ നമ്മൾ പഠിച്ചത്. We have studied about transport. Okay. Transport. എന്താണ് നമ്മൾ അതിൽ പഠിച്ചത്? കുറേ ട്രാൻസ്പോർട്ടേഷൻ ആണല്ലേ. ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ. ഒരുപാട് എന്താണ് ടൈപ്പിലുള്ള ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത് അല്ലേ. ഡിഫറെന്റ് ട്രാൻസ്പോർട്ടേഷൻ. ഫസ്റ്റ് വൺ നമ്മൾ എന്താ പറഞ്ഞത്? നീനു ആൻഡ് ഹിസ് ഫാദർ walk to the park അല്ലേ. നീനുവും ഫാദറും എന്ത് ചെയ്യുന്നുണ്ട്? പാർക്കിൽ കൂടെ നടന്നു പോകുന്നുണ്ട്. പാർക്കിലേക്ക് നടന്നു പോവാണ് അല്ലേ. Then father rides a bicycle to the market. അച്ഛൻ എങ്ങനെയാണ് മാർക്കറ്റിൽ പോകുന്നത്? റൈഡ് എ ബൈസിക്കിൾ അല്ലേ. ഒരു ബൈസിക്കിൾ ഓടിച്ചിട്ടാണ് ഫാദർ എങ്ങോട്ട് പോകുന്നത്? മാർക്കറ്റിലേക്ക് പോകുന്നത് അല്ലേ. ഇതൊക്കെ എന്താണ്? ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് അല്ലേ. മദർ റൈഡ്സ് എ സ്കൂട്ടർ ടു വർക്ക് അല്ലേ. അമ്മ ജോലിക്ക് പോകുമ്പോഴെങ്ങനെയാണ്? സ്കൂട്ടർ റൈഡ് ചെയ്തിട്ടാണ് പോവുക അല്ലേ. സ്കൂട്ടർ. ഓക്കെ. Then father take a bus to his office. Father എന്ത് ചെയ്തു? Take the bus അല്ലേ. ബസ്സിൽ കയറിയിട്ടാണ് പോയത്. Take the bus എന്ന് പറഞ്ഞാൽ എന്താണ്? ബസ് എടുത്തിട്ട് പോയി എന്നല്ല, ബസ്സിൽ കയറി പോയി എന്നാണ്. ഓക്കെ. Father takes the bus to his office and we go by car to the zoo അല്ലേ. നിങ്ങൾ സൂ കണ്ടിട്ടുണ്ടോ? സൂ പോയിട്ടുണ്ടോ? മൃഗശാലയാണ് അല്ലേ. കുറേ മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണല്ലേ. കണ്ടിട്ടില്ല? പോയിട്ടില്ല? പോകണ്ടേ? കൊറോണയൊക്കെ ശരിയായിട്ട് എന്ത് പറയണം? അച്ഛനോടും അമ്മയോടും പറയണം സൂവിൽ കൂട്ടിയിട്ട് പോവാൻ. ഓക്കെ. We go by car to the zoo അല്ലേ. നമ്മൾ എവിടെ പോയി? സൂവില് പോയി. ബൈ കാർ ഓടിച്ചിട്ടാണ്, കാറിലാണ് നമ്മൾ പോയത് അല്ലേ. ഇതൊക്കെ എന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണല്ലേ. നമ്മൾ എവിടെയൊക്കെ പോവാറുണ്ട്? ഒരുപാട് സ്ഥലത്ത് നമ്മൾ പോവാറുണ്ട് അല്ലേ. ബസ്സിൽ പോവാറുണ്ട്, കാറിൽ പോകാറുണ്ട്, ഓട്ടോറിക്ഷയിൽ പോവാറുണ്ട് അല്ലേ, സൈക്കിൾ എടുത്ത് പോവാറുണ്ട്. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ പോകുന്ന ഓരോരോ മെത്തേഡ് ആണ് അല്ലേ. Then Uncle Hari flies by aeroplane to ജപ്പാൻ അല്ലേ. അങ്കിൾ ഹരി എന്ത് ചെയ്തു? ജപ്പാനിലേക്ക് പോയി. എങ്ങനെയാ പോയത്? ബൈ എയ്റോപ്ലെയിൻ അല്ലേ. എയ്റോപ്ലെയിൻ കണ്ടിട്ടുണ്ടോ? എയ്റോപ്ലെയിൻ. ഓക്കെ. അപ്പൊ പ്ലെയിനിലാണ് അങ്കിൾ ഹരി എവിടെ പോയത്? ജപ്പാൻ. സർഗ എയ്റോപ്ലെയിൻ കണ്ടിട്ടില്ല അല്ലേ മോളെ? ഡോണ്ട് വറി അല്ലേ. ഓക്കെ. എന്താണ്? അങ്കിൾ ഹരി എവിടെ പോയി? ജപ്പാനിൽ പോയി. എങ്ങനെയാ പോയത്? ബൈ എയ്റോപ്ലെയിൻ അല്ലേ. ശ്രീഷ്ണ ലിസൺ ഹിയർ. ഓക്കെ. And we go by train to grandmother's village അല്ലേ. നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? നമ്മുടെ വെക്കേഷൻ ടൈമിലൊക്കെ എവിടെ പോവാറുണ്ട്? നമ്മുടെ നാട്ടിലേക്കൊക്കെ പോവാറുണ്ട് അല്ലേ. ഗ്രാൻഡ് മദറിനെയും ഗ്രാൻഡ് ഫാദറിനെയും ഒക്കെ കാണാൻ വേണ്ടി നമ്മൾ എവിടെ പോവാറുണ്ട്? നാട്ടിൽ പോവാറുണ്ടല്ലേ. എങ്ങനെയാ പോവാ? ബൈ ട്രെയിൻ അല്ലേ. മിക്കവാറും നമ്മള് ട്രെയിനിനാണ് പോവാ അല്ലേ. ദൂരെയുള്ള സ്ഥലത്തേക്കൊക്കെ നമ്മൾ എന്താണ്? നമ്മുടെ മറ്റു വണ്ടികളിൽ പോകുന്നതിനേക്കാൾ എന്താണ് കംഫർട്ടബിൾ ആണ് ട്രെയിനിൽ പോകുന്നത് അല്ലേ. അപ്പൊ ഒരുപാട് ദൂരേക്കൊക്കെ നമ്മൾ എങ്ങനെയാ പോവുക ഇഷാൻ? ബൈ ട്രെയിൻ അല്ലേ. ട്രെയിനിലാണ് പോവാ അല്ലേ. ഓക്കെ. Then Aunt Mary loves to sail by ship അല്ലേ. ആന്റി എന്താണ്? ആന്റി മേരി എന്താണ്? loves to sail by ship അല്ലേ. ഷിപ്പിൽ പോവാനാണ് അവർക്ക് ഇഷ്ടം അല്ലേ. ഓക്കെ. അപ്പൊ ഇതൊക്കെ എന്താണ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണല്ലേ. ഇത് തന്നെ എന്തൊക്കെയാണ്? ഓൺ ദ റോഡ് ഉണ്ട്, പിന്നെന്താണ്? വാട്ടർ ഉണ്ട്, എയർ ഉണ്ട് അല്ലേ. അങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആണ് അല്ലേ. വെള്ളത്തിൽ കൂടെ പോകുന്നതുണ്ട്. എന്താണ്? ഷിപ്പ് എവിടെ കൂടെയാണ് പോവുക? ബൈ വാട്ടർ അല്ലേ. Then air. Aeroplane is air transport അല്ലേ. and other road transport. bus, scooter, cycle and car ഇതൊക്കെ എന്താണ്? റോഡിൽ കൂടെയാ പോവുക അല്ലേ. ഓക്കെ. അപ്പൊ കുറെ ട്രാൻസ്പോർട്ടേഷനെ കുറിച്ചും നമ്മൾ പഠിച്ചു അല്ലേ. ഓക്കെ. ഫസ്റ്റ് പോയിന്റ് ഒന്ന് വായിക്കാൻ കിട്ടുന്നുണ്ടോ നോക്കി. അംന ഫാത്തിമ. And
Okay. Walk to the park. Okay. Tinu and his father walked to the park. അല്ലേ? Very good. Tinu father എന്ത് ചെയ്തു? പാർക്കിലേക്ക് നടന്നു പോയി അല്ലേ? Then Ishan, second point ഒന്ന് വായിച്ചേ Ishan. Second. Father rides a market. Okay. Father rides a bicycle to the market. And third point ഒന്ന് വായിച്ചു മോളെ അവേദ്യ. Avedya PS. Third point. Mother Okay, mother rides a scooter to work. Okay. Then Arjun Rajesh, unmute Yamone. Fourth point. Next point. Fourth. Okay, അടുത്ത point ഒന്ന് വായിച്ചി മോനെ. Go by car to soon. Okay, അതിനു മുമ്പ് എന്തുണ്ട്? Father take the bus to his office. അതുണ്ട് ട്ടോ. Father take the bus to his office. Okay. സമജ്ന, next one ഒന്ന് വായിച്ചി മോളെ. സമജ്ന. Samajna, can you hear me? We go by car. We go by car to the zoo. Okay, we go by car to the zoo. Okay. Kashinath, next point ഒന്ന് വായിച്ചു മോനെ. മതി വായിക്കുന്ന ശ്രദ്ധിക്കും. Kashinath. Kashinath, unmute ചെയ്യ് മോനെ. ഇപ്പോഴായത്. Okay. അങ്കിൾ അരി flies aeroplane Japan. Okay. To Japan. Uncle Hari flies by aeroplane to Japan. Okay. Giona, next point ഒന്ന് വായിച്ചു മോളെ. Me go by train to grandmother's village. Okay, we go by train to grandmother's village. Okay. എന്താണ് ഗ്രാൻഡ്മദറിന്റെ നാട്ടിലേക്ക് എങ്ങനെ പോയി? ട്രെയിനിൽ പോയി എന്നാണ് പറയുന്നത്. ഓക്കെ. അയോൺ, നെക്സ്റ്റ് പോയിന്റ്. And Mary loves to sail by ship. Okay. Aunt Mary loves to sail by ship. Okay. Godwin, unmute you, Godwin. ആദ്യത്തെ പോയിന്റ് ഒന്ന് വായിച്ച്. ഏറ്റവും ആദ്യത്തെ പോയിന്റ്. Tinu and his father walk to the park. അങ്ങനെ പറഞ്ഞാൽ എന്താണ് ഗോഡ്വിൻ? എന്താണ്? Tinu and his father walk to the park. എന്താണ്? Father പാർക്കിലേക്ക് നടന്നു പോയി.
Okay, Tinu and his father walked to the park. Okay. Sarga, മോളെ second point ഒന്ന് വായിച്ചേ മോളെ സർഗ. Unmute ചെയ്യൂ മോളെ. Okay. Father cycle. Rides a Rides a bicycle bicycle to the market. to the market. Okay, father rides a bicycle to the market. Then Shrishna, next point ഒന്ന് വായിച്ചു മോളെ. Next point. പോയാല് അമ്മ ബൈക്ക് കൊണ്ടുപോകും. Mother? Mother Leads led a scooter to the the work. work. എന്ന് പറഞ്ഞാല് അമ്മ അമ്മ ബൈക്ക് Mother rides a scooter to work. അല്ലേ അമ്മ എന്ത് ചെയ്തു? ജോലിക്ക് പോയത് എങ്ങനെയാണ്? സ്കൂട്ടർ ഓടിച്ചിട്ടാണ് പോയത് അല്ലേ? സ്കൂട്ടർ റൈഡ് ചെയ്തിട്ടാണ് അമ്മ ജോലിക്ക് പോയത് അല്ലേ? Mother rides a scooter to work. Okay. Then പാർവണ, next point ഒന്ന് വായിച്ചു മോളെ. father Okay. takes the bus to his office. Father take the bus to his office അല്ലേ? Yes. അച്ഛൻ ഓഫീസിലേക്ക് പോയത് എങ്ങനെയാണ്? ബസ്സിലാണ് എന്നാണ് പറയുന്നത്. ഓക്കെ. അവിനാഷ്, സെക്കൻഡ് നെക്സ്റ്റ് പോയിന്റ് ഒന്ന് വായിച്ചു മോനെ അവിനാഷ്. അൺമ്യൂട്ട് ചെയ്തേ. എന്താണ് മോനെ? ടെക്സ്റ്റ് ഉണ്ടാവില്ല അല്ലേ? ടെക്സ്റ്റ് ഓക്കെ, നോ പ്രോബ്ലം. സാരമില്ല കേട്ടോ മോനെ, ടെക്സ്റ്റ് ഇല്ല അല്ലേ? കുഴപ്പമില്ല, നമുക്ക് ടെക്സ്റ്റ് കിട്ടിയിട്ട് വായിക്കാം. ഓക്കെ. ദെൻ ലക്ഷ്മി അഭിലാഷ് വായിച്ചു മോളെ. നെക്സ്റ്റ് പോയിന്റ്. We go by car. We go by car to the zoo. ഓക്കെ, വി ഗോ ബൈ കാർ ടു ദ സൂ അല്ലേ? നമ്മള് സൂവിൽ പോയത് എങ്ങനെയാണ്? കാറിലാണ് എന്നാണ് പറയുന്നത്. ഓക്കെ. ദെൻ ഭവിക, നെക്സ്റ്റ് പോയിന്റ് ഒന്ന് വായിച്ചു ഭവിക. അൺമ്യൂട്ട് ചെയ്യും മോളെ. ഭവിക അൺമ്യൂട്ട് ചെയ്യൂ. ഓക്കെ, വായിച്ചു. Uncle ഓക്കെ. Hari fly by airplane to Japan. Okay, Uncle Hari flies by aeroplane to Japan അല്ലേ? അങ്കിൾ ഹരി എങ്ങോട്ട് പോയി? ജപ്പാനിലേക്ക് പോയി അല്ലേ? എങ്ങനെയാ പോയത്? ഫ്ലൈസ് ബൈ എയറോപ്ലെയിൻ അല്ലേ? എയറോപ്ലെയിനിൽ പറന്നിട്ടാണ് പോയത് അല്ലേ? ഓക്കെ. Then ക്രിസ്റ്റോ ജോൺ, നെക്സ്റ്റ് പോയിന്റ് ഒന്ന് വായിച്ചു മോനെ ക്രിസ്റ്റോ. We go by train. Mothers. Mothers. Two grandmothers. Two grandmothers. Village. Village. Okay, we go by train to grandmother's village അല്ലേ? ഗ്രാൻഡ്മദറിന്റെ വില്ലേജിലേക്ക് എങ്ങനെയാണ് പോയത്? ബൈ ട്രെയിൻ അല്ലേ? ട്രെയിനിൽ കയറാത്തവർ ആരെങ്കിലും ഉണ്ടോ? ട്രെയിനിൽ പോകാത്തവരുണ്ടോ ഇതുവരെ? ഉണ്ടോ?
എല്ലാവരും കയറിയിട്ടുണ്ടോ? ഓക്കെ, ആൻഡ്രോസ് ജിയോ കയറിയിട്ടില്ല അല്ലെ മോളെ? ഓക്കെ ഓക്കെ, എത്ര പേരുണ്ട്? ഓക്കെ, അവിനാഷ്, പ്രകാശ്, കുറെ പേര് ട്രെയിനിൽ പോയിട്ടില്ല അല്ലെ? നമുക്ക് എന്ത് ചെയ്യാം? കൊറോണയൊക്കെ മാറിയിട്ട് നമുക്ക് ട്രെയിനിൽ പോകാം അല്ലേ? എങ്ങോട്ടെങ്കിലും പോവാം. ഓക്കെ, പോവാ അല്ലേ? ഓക്കെ, കുറെ പേരുണ്ടല്ലേ. ഗോഡ്വിൻ കയറിയിട്ടില്ല ട്രെയിനില്? നോ? ഓക്കെ, യെസ്, ഓക്കെ. അപ്പൊ എന്താണ് നമ്മള് നെക്സ്റ്റ് പോയിന്റ് അല്ലേ? ലാസ്റ്റ് ഒരു പോയിന്റും കൂടി ഉണ്ടല്ലേ? ദെൻ എഡ്വിൻ ജോസഫ്, ടെക്സ്റ്റ് ഉണ്ടോ മോനെ എഡ്വിൻ? യെസ് ഓർ നോ? ഓക്കെ, ലാസ്റ്റ് പോയിന്റ് ഒന്ന് വായിച്ചേ മോനെ. On Mary loves to sail by ship. Okay, on Mary loves to sail by ship. Okay, then നമ്മൾ കുറേ പോയിന്റ് പറഞ്ഞു. എന്തൊക്കെയാണ്? ടീനു and his father walk to the park അല്ലേ? ടീനു ഫാദറും എന്ത് ചെയ്തു? പാർക്കിലേക്ക് പോയി. and father rides a bicycle to the market. അച്ഛൻ മാർക്കറ്റിൽ പോകാൻ എന്ത് ചെയ്തു? സൈക്കിളും ഓടിച്ചിട്ടാണ് അച്ഛൻ മാർക്കറ്റിലേക്ക് പോയത്. and mother rides a scooter to work അല്ലേ? അമ്മ ജോലിക്ക് പോയത് എങ്ങനെയാണ്? സ്കൂട്ടർ ഓടിച്ചിട്ടാണ് അമ്മയും പോയത്. then father take the bus to his office. അച്ഛൻ എങ്ങനെയാണ്? ബസ്സിൽ കയറി ഓഫീസിലേക്ക് പോയി. then we go by car to the zoo. നമ്മൾ എങ്ങനെയാണ് സൂവിലേക്ക് പോയത്? കാറില് സൂ കാണാൻ വേണ്ടി പോയി. and uncle Hari flies by aeroplane to Japan. uncle Hari എന്ത് ചെയ്തു? എയ്റോപ്ലെയിനിൽ കയറി ജപ്പാനിലേക്ക് പോയി. then we go by train to grandmother's village. നമ്മൾ എന്ത് ചെയ്തു? ഗ്രാൻഡ് മദറിന്റെ വില്ലേജിലേക്ക് എങ്ങനെ പോയി? ട്രെയിനിലാണ് പോയത് അല്ലേ? then aunt Mary loves to sail by ship അല്ലേ? aunt Mary loves to sail by ship. aunt Maryക്ക് എന്താണ്? ഷിപ്പില് പോവാനാണ് ഇഷ്ടം. ഓക്കെ, അപ്പൊ നമ്മള് ട്രാൻസ്പോർട്ടേഷൻ നമ്മൾ മുഴുവൻ പഠിച്ചു അല്ലേ? ഏകദേശം എല്ലാവരും നന്നായിട്ട് വായിക്കുന്നുണ്ടല്ലേ? കുറെ പേര് വായിക്കാനുണ്ട്. ഇനി വരുന്ന പോയിന്റ്സ് ഒക്കെ അവരെ കൊണ്ട് വായിപ്പിക്കും. ഓക്കെ, ഇനി വരാൻ പോകുന്നതിലാണ് വായിപ്പിക്കുക. ഓക്കെ, എല്ലാവരും നമുക്ക് ഒരു ടൈമിൽ വായിക്കാൻ വേണ്ടി പറ്റില്ല. അതുകൊണ്ട് എന്താണ്, ബാക്കിയുള്ളവരെ നെക്സ്റ്റ് പോർഷൻ എടുക്കുമ്പോ വായിക്കണം. ഓക്കെ, ദെൻ നെക്സ്റ്റ് പോർഷൻ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ്? ആനിമൽസിനെ കുറിച്ചാണല്ലേ? The animal world. Our next portion is animal world. അത് നമ്മൾ എന്താണ് ആഫ്റ്റർനൂണിലുള്ള നമ്മുടെ നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് എടുക്കാം. ഓക്കെ, അനിമൽ വേൾഡ് ആണത്. wild animals lives in the jungle അല്ലേ? അതെന്താണ്? ജംഗിളിൽ വളരുന്ന ആനിമൽസ് ആൻഡ് പെറ്റ് ആനിമൽസിനെ കുറിച്ചൊക്കെയാണ് പറയുന്നത്. അവിടെ കുറെ ആനിമൽസിന്റെ പിക്ചേഴ്സ് ഉണ്ട്. ടെക്സ്റ്റ് ഇല്ലാത്തവര് വിഷമിക്കണ്ട, എന്താണ് ശ്രദ്ധിച്ചാ മതി നന്നായിട്ട്. ടെക്സ്റ്റ് ഉള്ളവരെന്താണ് ഇങ്ങോട്ട് ശ്രദ്ധിക്കുക. അതിൽ എന്തുണ്ട്? ദ അനിമൽ വേൾഡ് എന്ന് പറഞ്ഞ പോർഷനില് കുറെ ആനിമൽസിന്റെ പിക്ചേഴ്സ് ഉണ്ട് അല്ലേ? അപ്പൊ ആ നെക്സ്റ്റ് ക്ലാസ്സിൽ എന്താണ് ആഫ്റ്റർനൂൺ നമ്മുടെ ക്ലാസ്സിൽ വരുമ്പോഴേക്കും ചെയ്യേണ്ടത് എന്താണ്? ആ പിക്ചേഴ്സ് ഒക്കെ നന്നായിട്ട് നോക്കി ആ ആനിമൽസിന്റെ പേരൊക്കെ വായിക്കാൻ കിട്ടുന്നുണ്ടോ എന്നൊക്കെ നോക്കണം. അത് എന്ത് ആനിമൽ ആണ്, ഏത് ആനിമൽ ആണ് എന്നൊക്കെ ഉള്ളത് നന്നായി നോക്കി മനസ്സിലാക്കിയിട്ട് മാത്രമേ വരാൻ വേണ്ടി പാടുള്ളൂ. ഓക്കെ, കുറെ ആനിമൽസിന്റെ പിക്ചേഴ്സ് ഉണ്ടല്ലേ? ബിയർ, ലയൺ, ജിറാഫ് എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ ആനിമൽ ഉണ്ട്. അപ്പൊ അതെല്ലാവരും നന്നായിട്ട് ഒന്ന് വായിച്ചു നോക്കണം. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കത് എടുക്കാം അല്ലേ? അപ്പോ നമ്മളിപ്പോ ട്രാൻസ്പോർട്ടേഷൻ എടുത്തു. അതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? എല്ലാവരും അത് കുറെ തവണ വായിച്ചു നോക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ വായിക്കാൻ വേണ്ടി പറ്റുള്ളൂ. ഓക്കെ, ആ എന്താണ് വെഹിക്കിൾസിന്റെ ഒക്കെ പേരും അതിന്റെ സ്പെല്ലിങ്ങും നന്നായിട്ട് പഠിക്കണം. വേർഡ്സ് എഴുതുമ്പോ എന്ത് ചെയ്യണം? സ്പെല്ലിങ് നന്നായി പറഞ്ഞിട്ട് മാത്രം പഠിക്കുക. ഇല്ലെങ്കിൽ എന്താവും? നമുക്കത് എഴുതാൻ വേണ്ടി കിട്ടില്ല. അപ്പൊ സ്പെല്ലിങ് പഠിച്ചാൽ മാത്രമേ നമുക്ക് പെട്ടെന്ന് തന്നെ എഴുതാൻ പഠിക്കാൻ വേണ്ടി പറ്റുള്ളൂ. കാണാതൊക്കെ എഴുതാൻ പഠിക്കണമെങ്കിൽ
എന്ത് ചെയ്യണം? നന്നായിട്ട് അതിന്റെ സ്പെല്ലിങ്ങും കൂടി പഠിക്കണം. ഓക്കെ? Then നമ്മൾ ആദ്യം തൊട്ട് നമ്മുടെ സെക്കൻഡ് സെമസ്റ്ററിൽ ചെയ്ത എന്താണ്? കുറെ ആക്ടിവിറ്റീസ് ആണ് നമ്മൾ ചെയ്തത്. ആ ആക്ടിവിറ്റീസ് ഒക്കെ എല്ലാവരും കംപ്ലീറ്റ് ആക്കി എന്ന് വിചാരിക്കുന്നു. വന്നപ്പോ ക്ലാസ്സിൽ ഇല്ലാത്തവർ എന്ത് ചെയ്യണം? അതിനുശേഷം അത് ചെയ്തിട്ടുണ്ടാകണം. എല്ലാവരുടെയും ടെക്സ്റ്റ് ബുക്കിൽ എന്തുണ്ടാവണം? ആ ആക്ടിവിറ്റീസ് കംപ്ലീറ്റ് ആയിരിക്കണം. ആദ്യം നമ്മൾ ചെയ്തത് എന്താണ്? ലെറ്റസ്റ്റ് റിവൈസ് ആണ് ഫസ്റ്റ് 2-3 പേജിൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. ലെറ്റസ്റ്റ് റിവൈസ് അല്ലേ? അതിൽ ആദ്യത്തെ എന്തായിരുന്നു? ഓഡ് വൺ ഔട്ട് കണ്ടുപിടിക്കലായിരുന്നു അല്ലേ? സർക്കിൾ ദ ഓഡ് വൺ ഔട്ട്. ഓക്കെ, അപ്പൊ ക്ലാസ്സിൽ ഇല്ലാത്തവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. സർക്കിൾ ദ ഓഡ് വൺ ഔട്ട്, അതില് ഒറ്റപ്പെട്ടതിനെ നമ്മൾ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞു. അത് നമ്മൾ എന്ത് ചെയ്തു? കണ്ടുപിടിച്ചു. ആൻഡ് കളർ ദ ഡേയ്സ് ഓൺ വിച്ച് യു ഡു നോട്ട് ഗോ ടു സ്കൂൾ അല്ലെ? നമ്മൾ സ്കൂളിൽ പോകാത്ത ദിവസങ്ങളെ കളർ ചെയ്യണം. ഇപ്പൊ എന്താണ്? കൊറോണ ആയതുകൊണ്ട് എല്ലാ ദിവസവും നമ്മൾ സ്കൂളിൽ പോകാറില്ല അല്ലെ? ഒരു ദിവസവും നമ്മൾ സ്കൂളിൽ പോകാറില്ല എന്ന് കരുതി എല്ലാ ക്ലൗഡ്സും കളർ ചെയ്യാൻ വേണ്ടി പാടില്ല. സാധാരണ നമ്മുടെ ഹോളിഡേ. ഷൻസ ഫാത്തിമ, വാട്ട് ആർ യു ഡൂയിങ് there? Listen, okay? അപ്പോ എന്താണ്? നമ്മൾ സ്കൂളിൽ പോകാത്ത ദിവസങ്ങളെ കളർ ചെയ്യാണ് വേണ്ടത്. അതിലേതാണ്? സൺഡേ ആൻഡ് സാറ്റർഡേ ആർ ഹോളിഡേ ഫോർ us അല്ലേ? നമുക്ക് എന്താണ്? സൺഡേയും സാറ്റർഡേയും ആണ് ഹോളിഡേയ്സ് അല്ലേ? ഇപ്പോ സാറ്റർഡേയും ക്ലാസ് ഉണ്ടാകാറുണ്ട്. എന്നാൽ പോലും നമ്മുടെ സ്കൂൾ ഹോളിഡേ സൺഡേ ആൻഡ് സാറ്റർഡേ ആണ്. ഓക്കെ, then color the clouds that have the names of your body parts. നമ്മുടെ ബോഡി പാർട്സിന്റെ എന്ത് ചെയ്യണം? നെയിം ഉള്ള ക്ലൗഡ്സ് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? കളർ ചെയ്യണം അല്ലേ? കളർ ദ ക്ലൗഡ്സ് ദാറ്റ് ഹാവ് ദ നെയിംസ് ഓഫ് യുവർ ബോഡി പാർട്സ്. കുറെ ബോഡി പാർട്സ് ഉണ്ട് അല്ലേ? നമ്മൾ അതൊക്കെ പഠിച്ചതാണ്. അപ്പം ബോഡി പാർട്സിന്റെ നെയിം ഉള്ള ക്ലൗഡ്സ് നമ്മൾ കളർ ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതും എല്ലാവരും ചെയ്തിട്ടുണ്ട് അല്ലേ? അതിൽ ഏതൊക്കെയാണ്? സ്റ്റൊമക്, നെക്ക്, ഫിംഗേഴ്സ്, ഹെഡ് ആൻഡ് knee. These are our body parts. Okay, and draw lines to match അല്ലേ? Next activity is draw lines to match. വര വരച്ചിട്ട് യോജിപ്പിക്കുക എന്നുള്ളതാണ് അല്ലേ? My eyes help me to read അല്ലേ? റീഡുമായിട്ടാണ് അത് മാച്ച് ചെയ്യേണ്ടത്. ചെയ്തതാണ്. കിട്ടാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇപ്പൊ നോക്കിയിട്ട് ചെയ്യണം. ഓക്കെ, my eyes help me to read and my hands help me to write. My legs help me to walk and my mouth help me to eat. And last one, my ears help me to listen. These are the correct match അല്ലേ? ഇങ്ങനെയാണ് നമ്മൾ മാച്ച് ചെയ്യേണ്ടത്. ഓക്കെ, അതായത് my eyes help me to read അല്ലേ? കണ്ണുകൾ കൊണ്ട് നോക്കിയിട്ടാണ് നമ്മൾ വായിക്കുക. അപ്പൊ എന്ത് ചെയ്യണം? my eyes help me to read എന്നുള്ളതിലേക്ക് മാച്ച് ചെയ്യണം. എല്ലാവരും ചെയ്തതാണല്ലേ അത്? ഇനി വീണ്ടും വീണ്ടും പറയണ്ടല്ലോ, നമ്മൾ ഓൾറെഡി ചെയ്തതാണ്. ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ വേണ്ടിയാണ് പറഞ്ഞത്. ഓക്കെ, then cross out the things that do not help you to keep clean അല്ലേ? നമ്മൾ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യാത്ത കാര്യങ്ങൾക്ക് ഒരു ഇൻടു മാർക്ക് അല്ലേ ചെയ്തു കൊടുക്കണം എന്ന് പറഞ്ഞു. അതിൽ എന്തൊക്കെയുണ്ട്? ഐസ്ക്രീം, എഗ്, ഓറഞ്ച് ആൻഡ് ചോക്ലേറ്റ് അല്ലേ? ഐസ്ക്രീം, എഗ്, ഓറഞ്ച് ആൻഡ് ചോക്ലേറ്റ്, ഇത്രയും സാധനങ്ങളുടെ അവിടെ എന്ത് ചെയ്യണം? നമ്മള് ഇൻടു മാർക്ക് ചെയ്തു കൊടുക്കണം. Pick the food items you like to have for lunch. നമ്മൾ ലഞ്ചിന് കഴിക്കാൻ ഇഷ്ടപ്പെടുന്ന ഫുഡ് ഐറ്റം എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? ടിക്ക് ചെയ്യണം. ഓക്കെ, പിന്നെ നമ്മളിപ്പോ എടുത്തതാണ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ അല്ലെ? അതും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. മുഹമ്മദ് സിയാൻ ലിസൺ. ഓക്കെ, അതും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു ട്രാൻസ്പോർട്ടേഷൻ. അപ്പൊ എന്ത് ചെയ്യണം? അപ്പോ ആദ്യം നമ്മൾ ചെയ്തത് കഴിഞ്ഞ തവണ പഠിച്ചതിന്റെ കുറെ ആക്ടിവിറ്റീസ് ആണ്. ഈ ട്രാൻസ്പോർട്ടേഷൻ തൊട്ടാണ് സെക്കൻഡ് സെമസ്റ്ററിലെ പോർഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇനി അങ്ങോട്ടും നന്നായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. കഴിഞ്ഞ ഫസ്റ്റ് സെമസ്റ്ററിൽ വാങ്ങിയ പോലെ എല്ലാവർക്കും എന്ത് ചെയ്യണം? മുഴുവൻ മാർക്കും വാങ്ങിക്കണം അല്ലെ? അതിനു വേണ്ടിട്ട് എന്ത് ചെയ്യണം? നന്നായിട്ട് ഇത് പഠിക്കണം അല്ലേ? ഓക്കെ, കേട്ടോ ക്രിസ്റ്റോ? Okay, and
നെക്സ്റ്റ് ആനിമൽസിന്റെ പോർഷൻ ആണ് നമുക്ക് എടുക്കേണ്ടത്. അത് നമുക്ക് എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഓക്കെ, ആഫ്റ്റർനൂൺ നമുക്ക് ഒരു ക്ലാസ്സും കൂടി ഉണ്ട്, അപ്പൊ നമുക്ക് ആ പോർഷൻ എടുക്കാം. ഓക്കെ.